അദ്ദേഹം അല്പം വിശ്രമിക്കട്ടെ. നിങ്ങൾ പോയിട്ട് നാളെ വരൂ.
പകൽ അസ്തമയത്തോടടുത്തുമല്ലേ? എല്ലാ അസ്തമയങ്ങളും പുതിയൊരു ഉദയത്തിനു വേണ്ടിയുള്ളതാണ്. പക്ഷേ മൊളോക്കോയിലെ എൻ്റെ പാവം ജനങ്ങൾ ഉദയാസ്തമയങ്ങൾക്കിടയിലും ഇരുട്ടിലാണവർ. എൻ്റെ ജനങ്ങൾ അവരുടെ വേദനയിൽ എന്നെയും പങ്കുകാരനാക്കിയ സ്വർഗപിതാവിന് നന്ദി. എന്തുപറ്റി പിതാവേ? അങ്ങേക്ക് വേദന കൂടുന്നുണ്ടോ? ബിഷപ്പ് മൈഗ്രേറ്റ് പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്റെ പ്രിയപ്പെട്ട മകനെ, നിന്നെ എന്നേക്കുമായി ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണല്ലോ എന്ന് അച്ഛൻ കേൾക്കുന്നുണ്ടോ? 16 വർഷങ്ങൾക്ക് മുമ്പ് മായമ്പള്ളിയിൽ വെച്ചായിരുന്നു ഞാൻ ഈ മൊളോക്കോയെ പറ്റി ആദ്യമായി കേൾക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഈശോയിൽ പ്രിയപ്പെട്ട എൻ്റെ വൈദികരെ, ഈ സന്തോഷത്തിൻ്റെ സുദിനത്തിൽ നിങ്ങളേവരെയും നേരിൽ കാണാൻ കഴിഞ്ഞതിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. അനേകം ദ്വീപുകളിലായി ചിതറിക്കിടക്കുന്ന നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി രാപകൽ ജോലി ചെയ്യുന്ന ബഹുമാന്യരായ മിഷൻ വൈദികരെ, നിങ്ങളുടെ നിർലോഭമായ സേവനത്താൽ കത്തോലിക്കരായ നമ്മുടെ സഹോദരരുടെ ആത്മസ്ഥിതി മെച്ചപ്പെടുകയും അകത്തോലിക്കരായ സഹോദരങ്ങളെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്യുന്നതിൽ രൂപതയുടെ അധ്യക്ഷനെന്ന നിലയിൽ നാം വളരെ സന്തോഷവാനാണ്. അതോടൊപ്പം നമ്മുടെ സേവനം വളരെയധികം ആവശ്യമായ മൊളോക്കോ ദ്വീപിലെ സഹോദരങ്ങളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. കുഷ്ഠരോഗത്താൽ കഷ്ടപ്പെടുന്ന അവിടെയുള്ള സഹോദരങ്ങളോട് ഇന്നാട്ടിലെ ഗവൺമെന്റ് ചെയ്യുന്നത് ഏറ്റവും വലിയ ക്രൂരതയാണ്. ആവശ്യത്തിന് ഭക്ഷണമോ മരുന്നോ ലഭിക്കാത്ത അവിടുത്തെ സഹോദരങ്ങളെക്കുറിച്ച് വ്യാപാരിയായൊരു സുഹൃത്ത് എനിക്കയച്ചു തന്നൊരു കത്താണിത്. പ്രിയപ്പെട്ടവരെ, ഈ കത്തിന്റെ ഉള്ളടക്കം എന്നെ ശരിക്കും വേദനിപ്പിച്ചു. നായ്ക്കളെ കൊണ്ട് വേട്ടയാടി പിടിച്ച് കപ്പലിൽ കൊണ്ടുപോയി മൊളോക്കോയിലേക്ക് തള്ളുന്ന ഈ രോഗികളെ പിന്നീട് ഗവൺമെന്റ് പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. നിർഭാഗ്യവശാൽ ആ പാവം രോഗികളുടെ ആരോഗ്യരക്ഷയെ കരുതി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരിക്കാം. പക്ഷേ അനുദിനം മരണപ്പെട്ടു പോകുന്ന ആ സഹോദരങ്ങളുടെ ആത്മരക്ഷയ്ക്കായി ഒരു വൈദികനെങ്കിലും മൊളോക്കോയിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും അതിനായി ആരെയും നിർബന്ധിക്കുവാൻ എനിക്കാവുകയില്ല. കാരണം ഗവൺമെന്റിന്റെ ഒരു പുതിയ നിയമം മൊളോക്കോ ദ്വീപിൽ പ്രവേശിക്കുന്നവർ ആരും തിരിച്ചു വരാൻ പാടില്ല എന്നാണ്. ഈ സ്ഥിതിയിൽ മൊളോക്കോ ദ്വീപിൽ കഴിയുന്ന ദൈവത്തിന്റെ ചെറിയ സഹോദരരെ ശുശ്രൂഷിക്കാൻ ആരാണ് തയ്യാറാവുക? ദൈവത്തെ പ്രതി ഈ ചെറിയ സഹോദരങ്ങളെ ശുശ്രൂഷിക്കുവാൻ ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ ഒന്നോർക്കുക, ദൈവം അവർക്കായി കാത്തുവച്ചിരിക്കുന്നത് കഷ്ടതയുടെ ലോകവും അനശ്വരതയുടെ നിത്യസമ്മാനവുമാണ്.
എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ആ മനുഷ്യർക്ക് വേണ്ടി എനിക്കെന്ത് ചെയ്യാനാവുമെന്ന് നീ വെളിപ്പെടുത്തി തരണമേ. ഇതാ അവിടുത്തെ ദാസൻ അങ്ങയുടെ ചെറിയ സഹോദരനെ ശുശ്രൂഷിക്കാനായി എന്നെ എടുത്തുകൊള്ളുക. പിതാവേ, ഞാൻ ഒരുക്കമാണ്. പിതാവേ, മൊളോക്കോയിലെ പാവങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഞാൻ ഒരുക്കമാണ്. ഫാദർ ഡാമീൻ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുക എന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. പിതാവേ, ദൈവത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു സന്യാസിയാണ് ഞാൻ. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മൊളോക്കോയിലേക്ക് പോയാൽ ഇനി താങ്കൾക്ക് ഒരിക്കലും തിരിച്ചുവരാൻ സാധിക്കുകയില്ല. ഗവൺമെന്റിന്റെ നിയമം അതാണ്. ഒരാവേശത്തിന് ചാടി പുറപ്പെട്ടാൽ... ഫാദർ ഡാമിയൻ, നിങ്ങൾ ചെറുപ്പമാണ്. തീരുമാനമെടുക്കുന്നതിനു മുൻപ് ഒന്നുകൂടി ആലോചിക്കുക. പിതാവേ, മൊളോക്കോയിലേക്ക് പോകുവാൻ അങ്ങെന്നെ അനുവദിക്കൂ. അവിടത്തെ പാവങ്ങൾക്കു വേണ്ടി ജീവിതം ത്യജിക്കുവാൻ ഞാൻ തയ്യാറാണ്. ഫാദർ ഡാമീൻ, നിങ്ങളുടെ വാക്കുകളിൽ ദൈവത്തിന്റെ നിഗൂഢ പദ്ധതി ഞാൻ കാണുന്നു. ഈ രൂപതയുടെ അധികാരി എന്ന നിലയിൽ മകനെ മൊളോക്കോയിലേക്ക് പോകാൻ നിന്നെ ഞാൻ അനുവദിച്ചിരിക്കുന്നു. നന്ദി പിതാവേ, നന്ദി. ഫാദർ ഡാമിയൻ, താങ്കൾ എപ്പോഴാണ് മൊളോക്കോയിലേക്ക് പോകുന്നത്? ഈ നിമിഷം കപ്പലുണ്ടെങ്കിൽ മൊളോക്കോയിലേക്ക് പോകുവാൻ ഞാൻ തയ്യാറാണ്. കാരണം അകത്തോലിക്കർ ഭരിക്കുന്ന ഗവൺമെന്റ് ഈ വിവരമറിഞ്ഞാൽ എനിക്കൊരിക്കലും മൊളോക്കോയിലേക്ക് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഇത് എന്റെ തീരുമാനമല്ല. ദൈവഹിതം നിറവേറുക തന്നെ ചെയ്യും. ഞാൻ ഫാദർ ഡാമിയൻ. പിതാവിനെ അത്യാവശ്യമായി എനിക്കൊന്ന് കാണണം. പിതാവ് എതിരൊന്നും പറയരുത്. എനിക്കുടനെ പിതാവിനെ കണ്ടേ പറ്റൂ. മകനെ ഡാമിയൻ. ഡാമിയൻ, എന്താണ് ഈ രാത്രിയിൽ? പിതാവേ, ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാണ്. യാത്ര ചോദിക്കാനോ? അതെ പിതാവേ, മൊളോക്കോയിലേക്ക് കുഷ്ഠരോഗികളുമായ ഒരു കപ്പൽ ഈ രാത്രിയിൽ പുറപ്പെടുന്നുണ്ട്. ഞാനും അതിൽ യാത്രയാവുകയാണ്. പിതാവ് എന്നെ അനുഗ്രഹിക്കണം.
ഏയ്, ഈ പള്ളി എവിടെയാ? വാ. ഏയ്, എന്താ ഇത്? നിങ്ങൾ എന്തിനാ വഴക്കൂടുന്നത്? ഇതൊക്കെ ഇവിടെ പതിവാ. ഈ ദ്വീപിൽ എത്ര ആളുകളുണ്ട്? അവരിൽ എത്ര കത്തോലിക്കരുണ്ട്? ക്ഷമിക്കണം, ഇത്രയും നേരം കൂടെ നടന്നിട്ടും ഞാൻ സഹോദരന്റെ പേര് ചോദിച്ചില്ല. എന്താ സഹോദരന്റെ പേര്? എന്റെ പേര് LP 120. LP 120? എനിക്ക് മനസ്സിലായില്ല. അച്ചോ, ഈ ദ്വീപിൽ ആർക്കും പേരില്ല, എല്ലാവർക്കും നമ്പറുകളേ ഉള്ളൂ. സർക്കാരിന്റെ കണക്കിൽ കുഷ്ഠരോഗികളിൽ 120-വനാണ് ഞാൻ. അത് തന്നെയാണ് ഇപ്പോഴെന്റെ പേര്. നിങ്ങളൊരു കത്തോലിക്കനോ അകത്തോലിക്കനോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി മുതൽ നിങ്ങൾ പേരില്ലാത്തവനല്ല. നിങ്ങളെ ഞാൻ അന്തോണീസ് എന്ന് വിളിക്കും. പാതുവായിലെ അന്തോണീസ് കുഞ്ഞാണെന്റെ പേര്. നിങ്ങൾക്ക് ആ പേര് നന്നായി ചേരും. അച്ഛൻ എന്നെ എന്ത് വേണേലും വിളിച്ചു, അന്തോണീസ് എന്നോ അന്ത്രയോസ് എന്നോ, അങ്ങനെ അച്ഛന്റെ വായി വരുന്ന എന്തു. പക്ഷെ എനിക്കിപ്പോ പേരല്ല ആവശ്യം. തിന്നാൻ വല്ലതും അച്ഛന്റെ കയ്യിലുണ്ടോ? വിശപ്പടക്കാൻ പറ്റിയത് വല്ലതും? 3-4 ദിവസമായി ഞാൻ വല്ലതും കഴിച്ചിട്ട്. ഞാൻ മാത്രമല്ല, ഞങ്ങളീ പലരും കപ്പലിന്റെ ചൂള കേട്ടപ്പോ തിന്നാൻ വല്ലതും കിട്ടുമെന്ന് കരുതിയാ ഞങ്ങൾ കടൽ തീരത്തേക്ക് വന്നത്. അപ്പ കണ്ടതോ ആർക്കും വേണ്ടാത്തൊരു അച്ഛൻ കപ്പലും ഇറങ്ങി വന്നേ. അച്ചോ, കുറെ മുന്നോട്ട് നടന്നാലേ ഇടതുവശത്തേക്ക് ഒരു വഴി കാണാം. അതിൽ നേരെ നടന്നാൽ മതി, അച്ഛന് പള്ളിയിലെത്താം. പിന്നെ ഒരു കാര്യം, അവിടെ ചെന്ന് പള്ളി എവിടെയും ചോദിക്കരുത്. അങ്ങനെയൊന്ന് അവിടെ ഉണ്ടെങ്കിൽ അത് അച്ഛൻ്റെ ഭാഗ്യം. എന്റെ കർത്താവായ ദൈവമേ, എന്റെ നല്ല പ്രതിജ്ഞയിലും അവിടുത്തെ വിശുദ്ധ ശുശ്രൂഷയിലും ഈ ജനത്തെ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണമേ.
അച്ചോ. ഞങ്ങളുടെ പുതിയ വികാരിയാണല്ലേ? കാറ്റാടി വനത്തിലൂടെ അച്ഛൻ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. അതാ ഈ വെള്ളവുമായി ഞാൻ വന്നത്. ഇത് അച്ഛൻ കുടിക്കുമെന്നറിയില്ല. അച്ഛന് ഞങ്ങളോട് അറപ്പും വെറുപ്പുമാണല്ലേ? അച്ഛനെ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിച്ചു. ഞാൻ ഫാദർ ഡാമിയൻ. ഇന്നു മുതൽ എന്റെ മരണം വരെ ഞാനായിരിക്കും നിങ്ങളുടെ വികാരി. വരൂ, പള്ളിയിലേക്ക് കയറൂ. നമുക്ക് ഈശോയെ ആരാധിക്കാം. അച്ഛൻ വിഷമിക്കേണ്ട. അവർ പള്ളിയിൽ കയറാഞ്ഞത് അവരെല്ലാം അകത്തോലിക്കരായതുകൊണ്ടാ. ഇവിടെ കത്തോലിക്കരാണോ അകത്തോലിക്കരാണോ കൂടുതൽ? ഇവിടെ കത്തോലിക്കരും അകത്തോലിക്കരും എന്നൊന്നും ഇല്ലച്ചോ. മൃഗങ്ങളെക്കാൾ മോശമായി ഇരുകാലികളാണ് ഇവിടെ ഉള്ളവർ. ഇവിടേക്ക് അച്ഛൻ വരേണ്ടിയിരുന്നില്ല. അടുത്ത ആഴ്ച കപ്പൽ വരുമ്പോൾ അച്ഛൻ തിരിച്ചു പൊക്കോളൂ. അച്ഛന്റെ വിശുദ്ധിക്ക് ജീവിക്കാൻ പറ്റിയ ഇടമല്ല ഇത്. ഗ്രേസ്, മോളെ ഗ്രേസ്, നമ്മുടെ പള്ളിയില് പുതിയൊരു വികാരിയച്ഛൻ വന്നിരിക്കുന്നു. അച്ഛൻ വന്നത് നന്നായി. എത്ര നാളായി ഒരു കുർബാനയിൽ പങ്കെടുത്തിട്ട്. എത്ര നാളായി ഒന്ന് കുമ്പസാരിച്ചിട്ട്. മരിക്കുന്നതിന് മുമ്പ് ഒരു കുർബാന സ്വീകരിക്കാൻ കഴിയണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഏതായാലും ഞാൻ പോയി അച്ഛനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഞാൻ പറഞ്ഞത് മോള് കേട്ടില്ലേ? പള്ളി പുതിയ അച്ഛൻ വന്ന കാര്യം. ഇത് കഴിക്കൂ. ഇതോടെ കഴിക്കട്ടെ. വേണ്ട മോളെ, എനിക്ക് മതി. അച്ഛനെ കാണാൻ തിടുക്കായി. നിന്റെ മുഖത്തെന്താ ഒരു തെളിച്ചമില്ലാത്ത? നമുക്ക് ഒരു പുതിയ വികാരിയച്ഛൻ വന്നു എന്നറിഞ്ഞിട്ടും നിനക്കൊരു സന്തോഷം തോന്നുന്നില്ലേ? എനിക്കിതിലൊന്നും ഒരു താല്പര്യം തോന്നുന്നില്ലപ്പാ. ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ എനിക്ക് എന്നേ നഷ്ടപ്പെട്ടു. നീ എന്താ മോളെ ഈ പറഞ്ഞു വരുന്നത്? ദൈവത്തിൽ നിനക്ക് വിശ്വാസം ഇല്ലെന്നോ?
അവിടുത്തെ സ്നേഹം നിനക്കൊന്നുമല്ലാന്നോ? ദൈവമേ, എന്റെ മകളോട് നീ ക്ഷമിക്കണമേ. ദൈവസ്നേഹം. അതെ അപ്പ, ഈ പറയുന്നതൊന്നും സത്യമല്ലെന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞു. മോളെ, നിന്റെ ചോദ്യം മാനുഷികമായി ചിന്തിക്കുമ്പോൾ തീർത്തും ന്യായമാണ്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾ, അതിൻ്റെ പൊരുളറിയുന്നവർ ആരാണ് ഈ ഭൂമിയിലുള്ളത്? നീ വായിച്ചിട്ടില്ലേ ജോബിൻ്റെ പുസ്തകം? ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായിരുന്നു ജോബ്. എന്നിട്ടും അവനെ പരീക്ഷിക്കാൻ ദൈവം സാത്താൻ അവസരം നൽകി. ഒടുവിൽ എന്താ സംഭവിച്ചത്? ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം 10 മടങ്ങായി തിരിച്ചു കൊടുത്തുകൊണ്ട ദൈവം തന്റെ സ്നേഹം വെളിപ്പെടുത്തിയില്ലേ? എന്താ അതിന്റെ കാരണം? ജോബിന് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ദുരിതങ്ങളൊന്നും നമ്മളെ കീഴ്പ്പെടുത്തുകയില്ല. മോളെ, ഞാനൊന്ന് പള്ളി വരെ പോയിട്ട് വരാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു. മോളെ, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു. ഞാൻ ആ വിരൽത്തുമ്പിൽ തൊടുകയും ചെയ്തു. കുഷ്ഠരോഗിയെ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വൈദികനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം കാണുകയാണ്. അച്ഛൻ വരൂ, നമുക്ക് ഈ കുടിലിന്റെ മുന്നിലിരിക്കാം. മോളെ, അച്ഛന് കുടിക്കാൻ കുറുക്കോ ഒരു കോപ്പ വെള്ളമോ കൊടുക്ക്. രാവിലെ ഒരു വൈദികൻ കപ്പലിറങ്ങി എന്ന് കേട്ടപ്പോൾ അത് ഞങ്ങളെ തേടി വരുന്ന ഒരു അച്ഛനാണെന്ന് കരുതിയില്ല. എന്താ അച്ഛൻ്റെ പേര്? ഞാൻ ഫാദർ ഡാമിയൻ. ഓ, എന്താ മകളുടെ പേര്? ഗ്രേസ്. ഗ്രേസ്. വരം. ശരിയാ അച്ഛൻ പറഞ്ഞത്. അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അവൾക്ക് ആ പേരിട്ടത്. വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കുട്ടികളില്ലാതിരുന്ന ഞങ്ങൾക്ക് ദൈവം തന്ന വരവാ അവള്. ആ കുട്ടിക്ക് പ്രത്യക്ഷത്തിൽ ഒരു രോഗമുള്ളതായി കാണുന്നില്ലല്ലോ. ശരിയാണച്ചോ. പരിശോധനയിൽ തോന്നിയ ചെറിയൊരു സംശയം. രോഗമില്ലാത്ത എന്റെ മോളും ശപിക്കപ്പെട്ട ഈ ദ്വീപിലേക്ക് കപ്പൽ കയറേണ്ടി വന്നു. അതിന്റെ വെറുപ്പും ദേഷ്യവുമാ അവളുടെ മുഖത്ത്. അല്ലാതെ അച്ഛനോടുള്ള വിരോധം കൊണ്ടല്ല അവൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയത്. ഞാൻ ഈ ദ്വീപ് മുഴുവൻ ചുറ്റി നടന്ന് കാണാനിറങ്ങിയതാ. ഓ, കഴിയുമെങ്കിൽ താങ്കൾക്ക് അതിനായി എന്നെ ഒന്ന് സഹായിക്കാമോ?
തീർച്ചയായും. ആ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ആ എങ്കിൽ നമുക്കുടനെ ഇറങ്ങാം. ഓ, അപ്പോൾ ഗവൺമെന്റിന്റെ പ്രതിനിധികളാരും ഇവിടേക്ക് വരാറില്ലെന്നാണോ താങ്കൾ പറയുന്നത്? ഗവൺമെന്റിന്റെ പ്രതിനിധികൾ അങ്ങനെ ഒരാളെ ഇതുവരെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. പിന്നെ 3 മാസം കൂടുമ്പോ ഒരു ഡോക്ടർ വരും. അതും ഇങ്ങോട്ടല്ല, കടൽ തീരത്ത് ടെന്റടിച്ചിരിക്കുന്ന അയാളുടെ അടുത്തേക്ക് ഞങ്ങൾ പോണം. അല്പമെങ്കിലും ആരോഗ്യമുള്ളവർ അവിടെ എത്തുമ്പോ വേദനയ്ക്കുള്ള മരുന്ന് പോലും അയാളുടെ കയ്യിലുണ്ടാവില്ല. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം, കപ്പലിൽ കൊണ്ടുവരുന്ന ഉണക്ക റൊട്ടി ചെറുവഞ്ചികളിലേക്ക് ആക്കുമ്പോ തന്നെ മിക്കവാറും കടലിൽ വീണിട്ടുണ്ടാവും. പിന്നെ അത് കോരിയെടുത്ത് കരയിലേക്ക് എത്തിക്കുമ്പോഴേക്കും വിശപ്പടക്കാനുള്ള ഒരു കലാപമാണ് ഇവിടെ നടക്കുക. അച്ഛനറിയോ, രോഗം വന്ന് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഒട്ടിമേടിക്കാനുള്ള തിരക്കിൽപ്പെട്ട് മരിക്കുന്നുണ്ട്. വേണ്ടച്ചോ, അവിടെ കയറണ്ട. ആ സ്ത്രീ കത്തോലിക്കാ വിശ്വാസം ഉപേക്ഷിച്ചവളാ. അച്ചോ, എന്റെ മോൻ മരിക്കാറായി കിടക്കുകയാണ്. അച്ഛന് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവന് ഈശോയെ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്. നിനക്കോ? മകനെ, നിനക്ക് ഈശോയെ സ്വീകരിക്കണമോ? അവൻ ചത്തുപോയല്ലേ? എങ്ങനെയാണ് അവനെ സംസ്കരിക്കുക? സാധാരണ ഇവിടെ ഒരു മരണം നടന്ന ശവം കടലിൽ ഒഴുക്കിയാണ് പതിവ്. അത് പാടില്ല, അത് തെറ്റാണ്. നമുക്കിത് പള്ളിയിൽ കൊണ്ടുപോയി ഉചിതമായ രീതിയിൽ സംസ്കരിക്കണം. നിങ്ങൾ മറ്റാളുകളെയും കൂട്ടി മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുവരൂ. ഞാൻ പോയി മറ്റൊരുക്കങ്ങൾ നടത്താം. മൃതദേഹം അൾത്താരയ്ക്ക് മുന്നിൽ കിടത്തും. ഞാൻ ഉടനെ വരാം.
പ്രിയ ജ്യേഷ്ഠൻ പാംഫിലേക്ക്, ഞാൻ ഈ കത്തെഴുതുന്നത് മൊളോക്കായ് എന്ന കുഷ്ഠരോഗികളുടെ ദ്വീപിൽ നിന്നാണ്. ഇന്നു മുതൽ ഞാനിവിടെ വികാരിയായി സേവനം തുടങ്ങി. ഇങ്ങോട്ട് പോരുന്നതിനു മുൻപേ ജ്യേഷ്ഠനെ കണ്ടു പറയാൻ സാധിക്കാത്തതിൽ ഞാൻ ആത്മാർത്ഥമായും ഖേദിക്കുന്നു. മായും പള്ളിയുടെ വെഞ്ചരിപ്പിനെ തുടർന്ന് ബിഷപ്പ് മോൺസിഞ്ഞോർ മൈഗ്രേറ്റ് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഞാൻ മൊളോക്കോയെപ്പറ്റി അറിയുന്നത്. എന്റെ നിയോഗവും മിഷൻ പ്രവർത്തനത്തിന്റെ സാധ്യതയും തിരിച്ചറിഞ്ഞ ഞാൻ പിതാവിനോട് അനുവാദം വാങ്ങി ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഒരു വൈദികൻ ദൈവത്തെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് മൊളോക്കോയ് എന്നെ കാണിച്ചു തന്നു. സന്യാസ വൈദികർ തങ്ങളുടെ പ്രതിജ്ഞ എപ്രകാരം പാലിക്കണമെന്നും ഈ ദ്വീപ് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. പണക്കാരുടെയും പണ്ഡിതരുടെയും അടുത്ത് ദൈവവചനം പ്രസംഗിച്ചു മടുക്കുമ്പോൾ, ദൈവത്തെ കൂടുതൽ അനുഭവിക്കണമെന്ന് തോന്നുമ്പോൾ അങ്ങേക്കും ഈ മൊളോക്കോയിലേക്ക് വരാം. മൊളോക്കോയും അങ്ങയുടെ എളിയ സഹോദരനും അങ്ങേക്കായി ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും. സ്നേഹപൂർവം അങ്ങയുടെ സഹോദരൻ ഡാമിയൻ ഡി വെസ്റ്റർ. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇത്ര രാവിലെ ഞാൻ ചേട്ടനെ പ്രതീക്ഷിച്ചതേയില്ല. അച്ഛൻ വന്നതുകൊണ്ട് രാവിലെ കുർബാന ഉണ്ടാകുമെന്ന് കരുതി. കുർബാന ചൊല്ലണം. അതിനു മുമ്പ് ഈ പള്ളിയുടെ പലകകളൊന്ന് ശരിയാക്കണം. നിങ്ങളിൽ കഴിവുള്ളവർ വന്ന് എന്നെ ഒന്ന് സഹായിച്ചു തന്നാൽ നമുക്കിത് വേഗം തീർക്കാം. ഞാൻ സഹായിക്കാം. ഇന്നലെ അർദ്ധരാത്രിയോടടുത്ത് ഞാനൊരു കാഴ്ച കണ്ടു. സ്ത്രീ പുരുഷന്മാർ ചേർന്ന് ആഭാസ നൃത്തം ചെയ്യുന്നത്. അവർ വലിയ കുടങ്ങളിൽ നിന്നും എന്തൊക്കെയോ മോന്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതാണച്ചോ ഈ ദ്വീപിന്റെ ശാപം. ഇവിടുത്തെ ഒട്ടുമിക്ക ആണുങ്ങളും പെണ്ണുങ്ങളും ദുർഗന്ധമുള്ള ആ വെള്ളം കുടിക്കും. തീ എന്ന ഒരു കാട്ടുചെടിയുടെ പേര് വാറ്റിയുണ്ടാക്കുന്ന ഒരു തരം മദ്യമാണ്.
അത് കുടിച്ചാ പിന്നെ ആർക്കും ഒരു ബോധവുമില്ല. പരസ്യമായ വ്യഭിചാരവും ബലാത്സംഗവുമൊക്കെ ഇവിടെ പതിവ് സംഭവങ്ങളാണ്. എനിക്കെല്ലാം മനസ്സിലാവുന്നു. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ വഴിതെറ്റിപ്പോയ മനുഷ്യർ അവരുടെ വേദനകളിലും ദുഃഖങ്ങളിലും ആശ്വസിപ്പിക്കാൻ ഇന്നലെ വരെ ആരും ഉണ്ടായിരുന്നില്ല. ഇന്നു മുതൽ ആ ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കായി ജീവിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നരകമെന്ന് പുറം ലോകം വിശേഷിപ്പിക്കുന്ന ഈ ദ്വീപിനെ ഒരു സ്വർഗമാക്കാൻ നിങ്ങൾ എന്നോടൊത്ത് നിൽക്കില്ലേ? അച്ഛനോടൊപ്പം ഞങ്ങളുണ്ടച്ചോ. ഈ രോഗത്തെ സുഖപ്പെടുത്താൻ അച്ഛന് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഇവിടുള്ളവരുടെ ദുഷിച്ച മനസ്സിനെ സുഖപ്പെടുത്താൻ അച്ഛനെ കൊണ്ടാവും. അച്ഛാ, ഒന്ന് വരൂ. അങ്ങേ അവിടെ വരെ വന്ന് കാണുവാനുള്ള അവസ്ഥയിലല്ല ഞാൻ. അക്രൈസ്തവയായി ഞാൻ അങ്ങേ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഹേയ്, എന്തൊക്കെയാണ് അമ്മേ പറയുന്നത്? ഈ ദ്വീപിലെ രോഗികളെ ശുശ്രൂഷിക്കാനാണ് ഞാൻ വന്നത്, അല്ലാതെ ക്രൈസ്തവരെ മാത്രം സേവിക്കാനല്ല. പറയൂ, എന്തിനാണ് എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? മരണം അതെന്റെ അടുത്തെത്തി നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഇക്കാലം അത്ര ഒരു പുഴനെ പോലെ ജീവിച്ച എനിക്ക് മരിക്കുമ്പോഴെങ്കിലും ഒരു മനുഷ്യനാകണമെന്നുണ്ട്. അതിന് അച്ഛനെന്നെ സഹായിക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്? അങ്ങയുടെ ഈശോയെ എനിക്കും തരുമോ? ഈശോയെക്കുറിച്ചും അവിടുത്തെ മണവാട്ടിയായ തിരുസഭയെക്കുറിച്ചും അമ്മ കേട്ടിട്ടുണ്ടോ? തിരുസഭയെക്കുറിച്ചുള്ള എൻ്റെ അറിവ് പരിമിതമാണ്. എന്നാൽ ഈശോയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആഹാ, അമ്മ എന്താണ് ഈശോയെക്കുറിച്ച് കേട്ടിരിക്കുന്നത്? പാപികൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച രക്ഷകനായ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ സ്നേഹത്തിൽ എന്നെയും പങ്കുചേർക്കാൻ അങ്ങേക്ക് സാധിക്കില്ലേ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദിസ മുക്കുന്നു. അമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൽ പ്രിയ മക്കളെ, തകർന്നു കിടക്കുന്ന ഈ ദേവാലയം പോലെ തന്നെ തകർച്ചയിൽ അകപ്പെട്ടു കിടക്കുകയാണ് ഇവിടത്തെ കത്തോലിക്ക വിശ്വാസികളും. രോഗങ്ങളും ദുരിതങ്ങളും ഇതിനൊരു കാരണമാകുമെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും
പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും അല്പമെങ്കിലും ആരോഗ്യമുള്ളവർ മറ്റുള്ളവരെ ശുശ്രൂഷിച്ചും ജീവിക്കാൻ പരിശീലിച്ചാൽ ഈ മൊളോക്കോയ് ദ്വീപിനെ നമുക്കൊരു സ്വർഗീയ ഭൂമിയാക്കി മാറ്റാം. അതിന് എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങളായ കുടിലുകളുടെ പുനരുദ്ധാരണം, ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കായി ഞാൻ ഗവൺമെന്റിനും ബിഷപ്പിനും കത്തെഴുതുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവജ്ഞയുടെ നടുവിൽ കഴിയുന്ന ഈ ദ്വീപ് നിവാസികൾക്ക് ഇതെല്ലാം നടപ്പിൽ വരുത്താൻ പുറത്തുനിന്നുള്ള സഹായം മാത്രം പോരാ, ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും കരുണയും നമുക്ക് ലഭ്യമാകണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ ഇന്ന് ഈ ബലിയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒടേ തമ്പുരാന്റെ അവതാരമാണെന്ന ഭാവം. ഇവിടെ സ്വർഗമാക്കാൻ നടക്കുവാത്രേ. ഒന്ന് വരൂ. ദാ വിളിക്കണുണ്ടല്ലോ. ദേ, അയാൾ അങ്ങോട്ട് പോയിക്കോട്ടെ, നിങ്ങൾ അങ്ങോട്ട് ചെല്ലണ്ട. അതെന്താ, നിനക്ക് പാതിരിമാരെ പേടിയാണോ? പേടിയോ? നന്നായി. പിന്നെന്താ പോയല്? ചെന്ന് 2 വർത്താനം വിട്ട് വരാന്നേ. അത് വേണ്ട, അയാൾ ചിലപ്പോ തല്ലും. അത് നിനക്കെങ്ങനെ അറിയാം? ഇന്നാള് രാത്രി എനിക്കൊരെണ്ണം കിട്ടി. അതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. കീ കുടിച്ച് നൃത്തം വെച്ചത് അയാൾക്ക് ഇഷ്ടമായില്ല പോലും. വാടാ. ഏയ്, നിങ്ങളെന്താ പോകുന്നേ? ഒന്ന് നിൽക്കുന്നേ. പിന്നെ നിങ്ങൾ വിളിക്കുന്നിടത്ത് വരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അല്ല പിന്നെ നീ വാടാ. സഹോദരി, ഞാൻ നിങ്ങളെ സഹായിക്കണോ? അതിന് ഞാനൊരു കത്തോലിക്ക അല്ലല്ലോ. ഒരാളെ സഹായിക്കുന്നത് അയാളുടെ മതവും വിശ്വാസവും നോക്കിയിട്ടല്ല. ഒരു വൈദികനെ അല്ല, തകർന്ന കുടില് നേരെയാക്കാൻ ഒരു ആശാരിയാണ് എനിക്ക് ആവശ്യം. ഒരു വൈദികനായതുകൊണ്ട് ചെറുപ്പത്തിലെ പഠിച്ച തൊഴിലുകൾ മറക്കണമെന്നില്ലല്ലോ. വൈദികനാവുന്നതിന് മുമ്പ് ആശാരിപ്പണിയും കൃഷിപ്പണിയും ചെയ്തിരുന്നു. എന്തിനേറെ പറയുന്നു, ചെറുപ്പത്തിൽ ഞാൻ നല്ലൊരു കുഴിവെട്ടി കൂടിയായിരുന്നു. സഹോദരി ഇങ്ങോട്ട് മാറി നിന്നാൽ ഈ ജോലി ഞാൻ എളുപ്പത്തിൽ തീർത്തു തരാം. ഓ, ഇനി എന്തെങ്കിലും ഞാൻ സഹോദരിക്കായി ചെയ്തു തരേണ്ടതുണ്ടോ? സഹോദരി, ഒരു കത്തോലിക്ക വൈദികനെന്ന് പറയുന്നത് വിശ്വാസികളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്നവനല്ല. പിന്നെയോ പരസ്നേഹത്തെ പ്രതി ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നവനാണ്. അങ്ങന്റെ ഹൃദയത്തിൽ തൊട്ടു എന്റെ പ്രിയ കാമിയാനും. ഞാൻ അങ്ങയെ പുച്ഛിച്ചതിലും പരിഹസിച്ചതിലും അങ്ങ് എന്നോട് ക്ഷമിക്കുക. ഞാൻ അങ്ങയെ പിതാവെന്ന് വിളിച്ചോട്ടെ.
കരയരുത്. നോക്കൂ, സൂര്യൻ ഉച്ചയിലെത്തി നിൽക്കുന്നു. കുടിക്കാൻ എനിക്കൊരൽപ്പം വെള്ളം തരൂ. അങ്ങ് കാണുന്നില്ലേ, എന്റെ ഇരു കൈകളും പഴുത്തൊലിച്ച വ്രണങ്ങളും അഴുകിയ മാംസത്തിന്റെ ദുർഗന്ധവുമാണ് എന്റെ കൈകൾക്ക്. എന്നിട്ടും അങ്ങ് എന്നോട് കുടിക്കാൻ വെള്ളം ചോദിച്ചത് എന്നെ പരിഹസിക്കാനാണോ? സഹോദരി, നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹം അനേകം കുഷ്ഠരോഗികളെ സ്വന്തം ശരീരത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നിത്യപുരോഹിതനായ ആ യേശുവിൽ നിന്നാണ് ഞാനും പൗരോഹിത്യം സ്വീകരിച്ചത്. സഹോദരി തരുന്ന വെള്ളം പിന്നെ എന്തുകൊണ്ട് ഞാൻ കുടിക്കാതിരിക്കണം? കുഞ്ഞേ, 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 നിൽക്കൂ, നിൽക്കൂ. നിന്റെ നെറ്റി പൊട്ടിയിരിക്കുന്നല്ലോ. നീ വല്ലയിടത്തും വീണുവോ? കരയല്ലേ? ആ, കരയല്ലേ കുഞ്ഞേ, കരയല്ലേ? ആ, എങ്ങനെയാ നിന്റെ നെറ്റി പൊട്ടിയത്? അവിടെ ഇരുന്ന ഒരാൾ എന്നെ കല്ലെറിഞ്ഞു. നീ വെള്ളം കുടിക്കും. വരൂ, നമുക്ക് അയാളെ പോയി കാണാം. എന്തിനാ അയാൾ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കണമല്ലോ. വരൂ, ഇത് വാങ്ങൂ, പോയിട്ട് വരാം. വരൂ. ഈ ചേട്ടനാണോ നിന്നെ കല്ലെറിഞ്ഞത്? കുട്ടിപ്പിശാശേ, നീ വീണ്ടും വന്നോ? നിങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. എന്തിനാണ് ഈ കുട്ടിയെ കല്ലെറിഞ്ഞത്? ഇവനോ? ഇവൻ കള്ളനാണച്ചോ. ആളില്ലാത്ത തക്കം നോക്കി ഇവൻ ഈ വീട്ടിൽ കയറി എന്റെ റൊട്ടി മോഷ്ടിച്ചു. ശരിയാണോ ഇയാളെ ഈ പറയുന്നത്? നീ ഇയാളുടെ റൊട്ടി മോഷ്ടിച്ചോ? ഞാൻ കള്ളനല്ലച്ചോ. വിശപ്പുകൊണ്ടാ ഞാനെങ്ങനെ ചെയ്ത്. ഭക്ഷണം തരാൻ എനിക്ക് ആരുമില്ല. ഒരു കൊച്ചുകുട്ടി അവന്റെ വിശപ്പടക്കാൻ ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചതിനാണോ നിങ്ങൾ കല്ലെറിഞ്ഞ് അവന്റെ നെറ്റി പൊട്ടിച്ചത്? വിരലുകൾ മുരടിച്ച നിങ്ങളുടെ മനസ്സ് മുരടിച്ചു പോയോ? മനസ്സ് അങ്ങനെ ഒന്ന് ആർക്കാണ് ചുവടെ ഉള്ളത്? ആർക്കും വേണ്ടാത്ത ഒരു പിടി മനുഷ്യർ. നായ്ക്കൾക്ക് എച്ചിലെറിഞ്ഞു കൊടുക്കുന്ന പോലെ വല്ലപ്പോഴും കപ്പലിൽ നിന്ന് എറിഞ്ഞു കിട്ടുന്ന ഒന്നോ രണ്ടോ ഉണക്കറൊട്ടി. വിശപ്പ് കൊണ്ട് തളർന്നു വീഴുമ്പോ കഴിക്കാനായി ഞാൻ കാത്തുവെച്ച റൊട്ടിക്കഷ്ണമാ ഇവൻ എടുത്തോണ്ട് തിന്നേ. പിന്നെ എങ്ങനെ ദേഷ്യം വരാതിരിക്കും? അതാ കയ്യെ കിട്ടിയ കല്ലെടുത്ത് ഞാൻ ഇവൻ എറിഞ്ഞേ. അറിവില്ലായ്മ കൊണ്ട് ഈ കുഞ്ഞു ചെയ്തു പോയ തെറ്റിന് ഞാൻ ചേട്ടനോട് മാപ്പ് ചോദിക്കുന്നു. മാപ്പൊന്നും എനിക്ക് വേണ്ട. ഒരു നേരത്തെ ഭക്ഷണം എനിക്കും ഈ ചെക്കനും തരാൻ അച്ഛനെ കൊണ്ടാവോ? ഒന്ന് നിന്നേ. അച്ഛന് നല്ല ആരോഗ്യല്ലേ? ദേ, ഈ വിരലൊന്ന് മുറിക്കാൻ നിങ്ങൾക്കെന്നെ സഹായിക്കാൻ പറ്റുമോ? വിശന്നിട്ടാണെങ്കിലും മറ്റാരുടെയും മുതൽ ഇനി നീ മോഷ്ടിക്കരുത്. മോഷ്ടിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമല്ല. ഇനി നിനക്ക് വിശക്കുമ്പോ പള്ളിയിലേക്ക് വന്നോളൂ. ഞാൻ നിനക്ക് ഭക്ഷണം തരാം. ബഹുമാന്യനായ ബിഷപ്പ് മോൺസിഞ്ഞോർ മൈഗ്രേറ്റിന് അങ്ങയുടെ എളിയദാസനും മൊളോക്കോയിലെ വികാരിയുമായ ഫാദർ ഡാമിയൻ ഡി വെസ്റ്റർ എഴുതുന്നു. മൊളോക്കോയിൽ ഞാൻ വന്നിട്ട്
ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. ഈ ദ്വീപിൽ ചിതറിക്കിടക്കുന്ന 200ഓളം വീടുകളിൽ ചിലതിൽ മാത്രമേ എനിക്ക് സന്ദർശിക്കാൻ സാധിച്ചിട്ടുള്ളൂ. പലതും ചെന്നെത്തിപ്പെടാൻ സാധിക്കാത്ത ദുർഘടമായ പാറക്കൂട്ടങ്ങൾക്കിടയിലാണുള്ളത്. അതിനാൽ അങ്ങേക്ക് ദയവുണ്ടായി ഒരു വൈദികനെ കൂടി എന്റെ സഹായത്തിനായി അയക്കണമെന്ന് ഞാൻ താൽപ്പര്യപ്പെടുന്നു. ദിവസവും 5-6 മരണങ്ങൾ നടക്കുന്ന ഇവിടെ രോഗികളുടെ ആരോഗ്യപാലനത്തിനായി സ്ഥിരമായൊരു ഡോക്ടറുടെ സേവനം വളരെ അത്യാവശ്യമാണ്. ഇക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഗവൺമെന്റിൽ ഒരപേക്ഷ നൽകി ഡോക്ടറെ ഇങ്ങോട്ടയക്കാൻ അങ്ങ് മുൻകൈയെടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് അങ്ങയുടെ എളിയദാസൻ ഡാമിയൻ ഡി വെസ്റ്റ്. അച്ഛോ, എന്താണ് ഈ പാതിരാത്രിയിൽ? അപ്പന് നല്ല സുഖമില്ല. അച്ഛനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. നിൽക്കൂ, ഞാനിപ്പോ വരാം. അച്ചോ, എന്റെ സമയം അടുത്തു. അവസാനമായി എനിക്ക് കുർബാന സ്വീകരിക്കണം. പിന്നെ എന്റെ മോള് ഞാനില്ലാതായ അവൾക്കാരുമില്ല. സർവശക്തനായ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അവിടുന്ന് വിളിക്കുമ്പോൾ പോയല്ലേ തീരൂ. ദൈവം ഗ്രേസിനെ കാത്തുകൊള്ളും. ഭൂമിയിൽ ആരും തനിച്ചാവുന്നില്ല, ആരും തന്നെ. അദൃശ്യനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവിടുത്തെ സാന്നിധ്യം നാം മനസ്സിലാക്കാത്തപ്പോഴാണ് നാം ഏകരാണെന്ന് തോന്നുന്നത്. പിതാവേ, നമുക്കിനി അകത്തേക്ക് പോയാലോ? നോക്കൂ, നിങ്ങൾ കാണുന്നില്ലേ ആ സെമിത്തേരിയിൽ ഞാൻ അടക്കം ചെയ്തവരുടെ ആത്മാക്കൾ എന്നെ വിളിക്കുന്നത്? വിൻസെന്റ് ചേട്ടനും മാമോദിസ സ്വീകരിച്ചതിന് ശേഷം ഉടനെ മരിച്ച ആ വൃദ്ധയും കൈമുഴുവൻ വ്രണങ്ങളുമായി ഭക്ഷണത്തിനായി എന്റെ മുന്നിൽ കരഞ്ഞു നിന്ന ആ കൊച്ചുകുട്ടിയുമടക്കം അനേകായിരങ്ങളുടെ ആത്മാക്കൾ എനിക്ക് മുന്നേ സ്വർഗീയ സന്തോഷത്തിൽ പങ്കുചേർന്നവർ, അവരിതാ എന്നെ സ്വീകരിക്കാനായി അവിടെ കാത്തു നിൽക്കും. ഒരിക്കൽ ഈ ദ്വീപിലൊരു കനത്ത പേമാരിയുണ്ടായി. ആ മഴയിൽ ദ്വീപിലെ വീടുകൾ ഒട്ടുമിക്കതും നശിച്ചുപോയി. കനത്ത മഴയിലും
ധാരാളം പേർ മരിക്കുകയും ചെയ്തു. ആ ദുരന്ത ദിനങ്ങൾ മുഴുവനും കുഴിവെട്ടാനും പെട്ടിയുണ്ടാക്കാനും സംസ്കാര ശുശ്രൂഷ നടത്താനും ഞാൻ ഒരാൾ മാത്രം. മരിച്ച മുഖങ്ങൾ കണ്ട് കണ്ട് കണ്ണുമരവിച്ച ദിനരാത്രങ്ങളായിരുന്നു അത്. ആ ദുരന്ത ദിനങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഹോണോലുലുവിലേക്ക് പോയത്. ഈ പാവം ജനങ്ങൾക്ക് വീട് പണിയാനുള്ള സാമഗ്രികളും ആവശ്യത്തിന് മരുന്നും കൂടാതെ ഇവരെ ചികിത്സിക്കാൻ ഒരു ഡോക്ടറെയും വേണമെന്നായിരുന്നു എന്റെ ആവശ്യം. ആദ്യം ഞാൻ ബിഷപ്പ് മോൺസിഞ്ഞോർ മൈഗ്രേറ്റിനെ ചെന്ന് കണ്ടു. പിതാവേ, ഒരു സന്തോഷവാർത്ത അറിയിക്കുവാനുണ്ട്. മൊളോക്കോയിലെ ഫാദർ ഡാമിയൻ അങ്ങയെ കാണാൻ കാത്തു നിൽക്കുന്നു. എന്ത്? എന്റെ പ്രിയ ഡാമിയൻ തിരികെ വന്നു? ഡാമിയൻ ഇങ്ങോട്ട് വിളിക്കൂ. എനിക്ക് ആ മകനെ കാണാൻ തിടുക്കമായി. ശരി പിതാവേ. എന്റെ പ്രിയ മകനെ, ഒടുവിൽ നീ തിരികെ വന്നതിൽ നമ്മുടെ പിതാവായ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ ഒരു സഹായം തേടിയാണ് ഞാൻ വന്നത്. പറയൂ ഡാമീൻ, ഞാൻ എന്താണ് താങ്കൾക്കായി ചെയ്തു തരേണ്ടത്? മിഷൻ ഉപേക്ഷിച്ചു പോന്നതാണെങ്കിൽ വിഷമിക്കേണ്ട. ഈ രൂപതയിലെ മറ്റൊരു പള്ളി ഞാൻ താങ്കൾക്ക് തരാം. എന്റെ പ്രിയപ്പെട്ട മൊളോക്കോയെ ഉപേക്ഷിച്ചു പോന്നതല്ല ഞാൻ. അവിടുത്തെ ജനങ്ങളുടെ ദുരിതം കണ്ട് ഒരു ഡോക്ടറുടെ സേവനം ആവശ്യപ്പെടാനാണ് ഞാൻ വന്നത്. അതിന് പിതാവ് എന്നെ ഒന്ന് സഹായിക്കണം. ഫാദർ ഡാമീൻ, അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ഇത്തരം കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളത്. ഞാൻ അറിഞ്ഞിടത്തോളം ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഗിബ്സൺ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. മതവും വിശ്വാസവുമൊന്നുമില്ലാത്തൊരു പരുക്കൻ. മിഷനിലെ വൈദികരോടും അവരുടെ പ്രവർത്തനങ്ങളോടും വല്ലാത്ത പുച്ഛമാണ് അയാൾക്ക്. എന്നാലും മൊളോക്കോയിലെ ജനങ്ങളുടെ ദുരിതത്തെക്കുറിച്ച് നമുക്ക് അയാളോട് പറഞ്ഞു നോക്കാം. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് അയാളാ പാവങ്ങളെ സഹായിക്കാൻ മനസ്സ് കാണിച്ചാലോ? പിതാവേ, അങ്ങും എന്നോടൊപ്പം വരില്ലേ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ കാണാൻ? വരൂ. പുറപ്പെടുന്നതിന് മുൻപ് നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാം. ക്ഷമിക്കണം പിതാവേ, മൊളോക്കോയിലെ ജനങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് എന്റെയും ഭക്ഷണം. ഒരു കോപ്പ വെള്ളവും ഒരു ഉണക്ക റൊട്ടിയും. അത് ഞാൻ എന്റെ കയ്യിൽ കരുതിയിട്ടുണ്ട്. അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് ഉടനെ പുറപ്പെടാം. വൈകുന്നേരത്തെ കപ്പലിൽ എനിക്കിന്ന് മടങ്ങിപ്പോകേണ്ടതുണ്ട്. എന്നാൽ വരൂ, നമുക്കുടനെ മിസ്റ്റർ ഗിബ്സന്റെ ഓഫീസിലേക്ക് പോകാം. ആരാണ് നിങ്ങൾ? ആരോഗ്യവകുപ്പ് ഡയറക്ടർ മിസ്റ്റർ ഗിബ്സനെ കാണുവാൻ ബിഷപ്പ് മൈഗ്രേറ്റ് വന്നിരിക്കുന്നു. അനുവാദം വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. അനുവാദം വാങ്ങി വരുന്നതുവരെ നിങ്ങളിവിടെ കാത്തു നിൽക്കുക.
ആരാണ് ബെല്ലടിച്ചത്? ബിഷപ്പ് മൈഗ്രേറ്റ് സാറിനെ കാണാൻ അനുവാദം ചോദിക്കുന്നു. ബിഷപ്പ് മൈഗ്രേറ്റ്? ആ പാതിരിക്ക് എന്നെ കണ്ടിട്ടെന്താണ് ആവശ്യം? ആ, അവരോട് കയറി വരാൻ പറയൂ. ശരി സാർ. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ അഴിമതിക്കാരാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് ഞങ്ങൾ പറയുന്നതല്ല, പൊതുജനം മുഴുവൻ അങ്ങേക്കെതിരാണ്. പൊതുജനം ആ കഴുതുകൾ എന്തു പറഞ്ഞാലും എനിക്കെന്ത്? ഞാൻ തീരുമാനിക്കുന്ന പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കൂ. ബിഷപ്പ് മൈഗ്രേറ്റിന് സ്വാഗതം. ആരോഗ്യവകുപ്പ് തിരുസഭയ്ക്ക് എന്താണാവോ ചെയ്തു തരേണ്ടത്? മിസ്റ്റർ ഗിബ്സൺ, വളരെ വേദനിപ്പിക്കുന്നൊരു കാര്യം നിങ്ങളെ അറിയിക്കുവാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നോക്കൂ മിസ്റ്റർ ഗിബ്സൺ, ഇത് ഫാദർ ഡാമിയൻ. ഓ, നിങ്ങളാണല്ലേ ഫാദർ ഡാമിയൻ? വലിയ പ്രശസ്തനാണല്ലോ. പത്രമാസികകളിൽ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. എന്തിനാണാവോ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? സർ, ഇതൊരു നിവേദനമാണ്. അങ്ങയുടെ അധികാരപരിധിയിലുള്ള മൊളോക്കോയിലെ ജനങ്ങളുടെ ജീവിതം ആകെ ദുരിതപൂർണമാണ്. രോഗം പരിശോധിക്കാനൊരു ഡോക്ടറോ ആവശ്യത്തിനു മരുന്നോ അവിടെയില്ല. നല്ല ഭക്ഷണവും കേറിക്കിടക്കാനൊരു വീടും അവിടത്തെ പാവങ്ങളുടെ ഒരു സ്വപ്നമാണ് സർ. ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കിയാൽ അങ്ങയ്ക്ക് 100 പുണ്യം കിട്ടും. പുണ്യം കിട്ടും പോലും. പുണ്യം എനിക്കങ്ങനെ പുണ്യവാളനൊന്നും ആകണ്ട. ഹേ ഡാമിയൻ, എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും വെറുപ്പാണ്. വെറും പ്രശസ്തിക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന വില കുറഞ്ഞ പരിപാടിയല്ലേ ഈ മൊളോക്കോയിലെ ജീവിതം. ഞാൻ കുറെ കേട്ടു നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പ്രവൃത്തികളെക്കുറിച്ചും. മിസ്റ്റർ ഗിബ്സൺ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഹേയ് ബിഷപ്പ്, നിങ്ങൾക്ക് കുറെ പ്രായമായെന്നേ ഉള്ളൂ, പക്ഷേ ബുദ്ധിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ കള്ളപ്പാതിരിക്ക് കൂട്ടുനിൽക്കുമായിരുന്നില്ല. മൊളോക്കോയിലെ കുഷ്ഠരോഗികളുടെ പേരും പറഞ്ഞ് വിദേശങ്ങളിൽ നിന്ന് പണം സമ്പാദിക്കുകയാണ് ഇയാൾ. പിന്നെ രോഗമില്ലാത്ത സ്ത്രീകളുമൊത്ത്. മിസ്റ്റർ, അനാവശ്യം പറയരുത്. ഉത്തരവാദപ്പെട്ട അധികാരത്തിലിരുന്നുകൊണ്ട് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന നാണം കെട്ട കാര്യങ്ങൾ ഇന്നിവിടെയുള്ള എല്ലാവർക്കും അറിയാം. ആ പാവം രോഗികളുടെ മരുന്നും ഭക്ഷണവും മറിച്ചുവിറ്റ് നിങ്ങൾ മാന്യനായി കാശുണ്ടാക്കുകയല്ലേ മിസ്റ്റർ ഗിബ്സൺ? എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരിക്കലെങ്കിലും ആ പാവപ്പെട്ട രോഗികളുടെ അവസ്ഥ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഇത്രയും ക്രൂരനാവാൻ നിങ്ങൾക്കൊരിക്കലും കഴിയുമായിരുന്നില്ല. എന്ത് അധിക പ്രസംഗം പറയുന്നു? നിങ്ങൾക്കിവിടെ വരാൻ തന്നെ എന്ത് അധികാരം? മൊളോക്കോ കോളനിയിലുള്ളവരാരും തന്നെ പുറത്തേക്ക് വരാൻ പാടില്ലെന്ന് നിയമമുള്ളതല്ലേ? മിസ്റ്റർ ഗിബ്സൺ, നിങ്ങളുണ്ടാക്കിയ നിയമം എനിക്ക് ബാധകമാവില്ല. കാരണം ഞാനൊരു കുഷ്ഠരോഗിയല്ല. മാത്രമല്ല, ഒരു വൈദികനെന്ന നിലയിൽ എനിക്കെന്റെ ബിഷപ്പിനെ സന്ദർശിക്കാൻ അവകാശമുണ്ട്. എന്ത് നരകത്തിന്റെ പേരിലാണെങ്കിലും മൊളോക്കോയിൽ നിന്നൊരാൾ ഇവിടേക്ക് വന്നിറങ്ങിയാൽ എന്താണ് സംഭവിക്കുകയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കടന്നുപോയി മുറിയുന്നു നാശങ്ങൾ. മിസ്റ്റർ ഗിബ്സൺ, ഞങ്ങൾ തോറ്റുപോവുകയാണെന്ന് കരുതരുത്. നിങ്ങൾക്ക് മുകളിൽ അധികാരികളുണ്ട്. ഞാൻ തിരിച്ചു മൊളോക്കോയിൽ ചെല്ലുമ്പോൾ ഒരു ഡോക്ടറെങ്കിലും ഉണ്ടാകും എന്റെ കൂടെ. നാശങ്ങൾ ഏത് നരകത്തിലും പോട്ടെ. മൊളോക്കോയിലെ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാനുണ്ട്. ദാ ഡോക്ടർ ജെ വുഡ് ഇന്നു മുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഇനി ഇതിലും വലിയൊരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുവാനുണ്ട്. പേമാരിയിൽ തകർന്ന നമ്മുടെ വീടുകൾ പുതുക്കി പണിയാൻ ഗവൺമെന്റ് ഒരു കപ്പൽ നിറയെ സാധനങ്ങൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. കപ്പൽ ജീവനക്കാർ ഉടനെ തന്നെ അതെല്ലാം ഇവിടെ എത്തിക്കുന്നതായിരിക്കും.
ഫാദറിന് പൈപ്പ് വലിക്കുന്ന ഇഷ്ടമാണോ? ഇത് ജർമ്മനാണല്ലേ? അങ്ങേക്കിത് ഇഷ്ടമാണെങ്കിൽ ഉപയോഗിച്ചോളൂ. ഇതുപോലുള്ള 2 എണ്ണം എനിക്കുണ്ടായിരുന്നു. അങ്ങിതുവരെ പൈപ്പ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. മൊളോക്കോയിലേക്ക് കപ്പൽ കയറുമ്പോഴും ഞാൻ പൈപ്പ് വലിച്ചിരുന്നു. ഇവിടെ ഈ ദ്വീപിലെ പാവപ്പെട്ട രോഗികളെ കണ്ടപ്പോൾ അവർക്ക് മുന്നിൽ വെച്ച് പൈപ്പ് വലിക്കുന്നത് പോലെ ഒരു ആഡംബരമാണെന്ന് എനിക്ക് തോന്നി. എന്റെ പ്രിയപ്പെട്ട പൈപ്പുകൾ 2ഉം ഞാൻ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഫാദർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് ഫാദർ. എന്ത് വേഗതയിലും കൃത്യതയിലുമാണ് ഇവർ ജോലികൾ ചെയ്യുന്നത്. മകനെ സൂക്ഷിച്ച്. ഇവിടത്തെ ചെറുപ്പക്കാരിൽ പലരും വഴിതെറ്റിപ്പോയവരാണ്. അതിൽ നിന്നൊക്കെ അവരെ മോചിപ്പിക്കാൻ ഒരു തൊഴിൽ പരിശീലനം നല്ലതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഏതാനും പേരെ വെച്ച് തുടങ്ങിയതാണ് ഈ ഏർപ്പാട്. അങ്ങനെ തന്നെയാണ് സിമിത്തിരോട് ചേർന്ന് മുറിയുണ്ടാക്കിയിരിക്കുന്നത്. ഒരു വൈദികൻ എന്ന നിലയിൽ പള്ളിയിൽ നിന്ന് മാറി സൗകര്യമുള്ളൊരു വീട് നിർമ്മിക്കാമായിരുന്നില്ലേ? എനിക്കെൻ്റെ മക്കളോടൊത്ത് ഉറങ്ങുന്നതാണ് കൂടുതൽ ഇഷ്ടം. സത്യത്തിൽ അങ്ങൊരു വിശുദ്ധനാണ്, ജീവിക്കുന്ന വിശുദ്ധൻ. അങ്ങ് പറയൂ, ഞാൻ എന്താണ് ഈ ദ്വീപിനു വേണ്ടി ചെയ്യേണ്ടത്? ഫാദർ,
ഡോക്ടർ, നിങ്ങളുടെ മേലധികാരി ഗിബ്സൺ നിങ്ങളെ ഹോണോലുലുവിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. നാശം, ഇത് അനീതിയാണ് ഫാദർ. ഞാൻ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഫാദർ എന്താ ഒരു മറുപടി പറയാത്തത്? ഇനി അങ്ങനെ തിരിച്ചയച്ചാലും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിച്ച് ഇവിടെ കഴിയാനാണ് എനിക്ക് ആഗ്രഹം. ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടാകുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് ഡോക്ടർക്കറിയാമോ? അനുസരണയുള്ളിടത്ത് സമാധാനമുണ്ടാകും. ഞാൻ പറയുന്നത് ഡോക്ടർ തിരിച്ചു പോകണമെന്നാണ്. ഇല്ല ഫാദർ, ഞാൻ തിരികെ പോകുന്നില്ല. ഞാൻ പഠിച്ച തത്വങ്ങളും ചെയ്യുന്ന തൊഴിലിനെയും മാനിച്ച് എനിക്കിവിടുന്ന് പോകാനാവില്ല. അവിടെ മാളികയിലിരുന്ന് ഉത്തരവേർക്കുന്ന മഹാന്മാർക്കറിയില്ല ഇവിടെ നരകയാതന അനുഭവിക്കുന്ന പാവങ്ങളുടെ ദുരിതം. ഇതിനെല്ലാം കാരണക്കാരൻ ആ ഗിബ്സനാണ്. ശാന്തനാകൂ ഡോക്ടർ വുഡ്. ഡോക്ടർ വുഡ്, നിങ്ങൾ നിങ്ങളുടെ അധികാരികളെ അനുസരിക്കണം. നിങ്ങൾ തിരികെ ചെന്ന് ഇവിടെ കണ്ടത് മുഴുവൻ ലോകത്തെ അറിയിക്കണം. ഇന്ന് മൊളോക്കോയ്ക്ക് വിലക്ക് കൽപ്പിച്ചവർ നാളെ കപ്പൽ കയറി ഇവിടെ എത്തും, എന്റെ മക്കളെ കാണാനും ശുശ്രൂഷിക്കാനും. ഡോക്ടർ വുഡ്, നിങ്ങൾ തിരിച്ചു പോകണം. ഇപ്പോൾ ഞാൻ പോയാലും ഉടനെ തന്നെ തിരിച്ചു വരും ഫാദർ. മൊളോക്കോയെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചിട്ട് എത്രയും വേഗം ഞാൻ മടങ്ങി വരും അങ്ങയോടൊത്ത് കഴിയാൻ. ആരാണ് നിന്റെ വസ്ത്രങ്ങൾ കീറിയത്? നീ മദ്യവെച്ചിട്ടുണ്ടോ? എന്തിനാണ് നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ, നിങ്ങൾക്കറിയില്ലേ രാത്രിയിൽ ഒരു സ്ത്രീ പുരുഷന്റെ അടുത്ത് വരുന്നത് എന്തിനാന്ന്? മകളെ, ഞാനൊരു വൈദികനാണ്. നീ കരുതുന്ന പോലെ ഒരാളല്ല ഞാൻ. നിങ്ങളൊരു വൈദികൻ മാത്രമല്ല, ആരോഗ്യമുള്ളൊരു പുരുഷനും കൂടിയാണ്. മകളെ, നിന്റെ സംസാരം അതിര് കടക്കുന്നു. എന്തു പറ്റി നിനക്ക്? ആരാണ് നിന്നെ ഉപദ്രവിച്ചത്? എന്നോട് ക്ഷമിക്കണം കമിയാനോ, എനിക്കൊരു തെറ്റുപറ്റി. ഈ ഭൂമിയിൽ എനിക്ക് ആശ്രയമായിരുന്ന എന്റെ ഭർത്താവ് കഴിഞ്ഞ രാത്രിയിലാണ് മരിച്ചത്. അതോടെ രോഗികളുടെ ഈ ഭൂമിയിൽ രോഗമില്ലാത്ത ഞാൻ തീർത്തും തനിച്ചായി. രോഗമില്ലാത്ത നീ എങ്ങനെ ഈ ദ്വീപിലെത്തി? വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഈ നശിച്ച രോഗം പിടികൂടിയത്. പരിശോധനയിൽ രോഗിയാണെന്ന് തെളിഞ്ഞപ്പോൾ പോലീസുകാർ അദ്ദേഹത്തെ ഇവിടത്തേക്ക് നാടുകടത്തി. ഞങ്ങൾക്കിരുവർക്കും പിരിയാൻ കഴിയില്ലായിരുന്നു. ആരുമറിയാതെ ഞാനും ആ കപ്പലിൽ കയറി ഈ ദ്വീപിലെത്തി. മലയടിവാരത്തിലുള്ള ഒരു ഗുഹയിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഇന്നലെ രാത്രിയിൽ കുറെ വൃത്തിയേട്ടവന്മാർ എന്നെ... കരയരുത്. ജീവിതം മടുത്തച്ചോ. ഇനി ആർക്കു വേണ്ടിയാ ഞാൻ ജീവിക്കേണ്ടത്? ജീവിതമെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നത് ഭീരുത്വമാണ്.
അദൃശ്യനായ ദൈവം കൂടെയുള്ളപ്പോൾ നീ എന്തിനു നിരാശപ്പെടണം? നീ സമാധാനത്തോടെ പോവുക. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ചോ, എനിക്കൊരു അപേക്ഷയുണ്ട്. മറ്റുള്ളവർക്കായി അച്ഛൻ ജീവിക്കുന്നത് പോലെ സേവനത്തിന്റെ വഴി എനിക്കും കാണിച്ചു തരിക. ഇവിടത്തെ അനാഥരായ മക്കൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുവാൻ സ്നേഹമുള്ളൊരമ്മയെ തേടുകയായിരുന്നു ഞാൻ. നീ സമാധാനത്തോടെ പോവുക. നാളെ മുതൽ ആ ചുമതല നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എങ്ങനെയുണ്ട്? താങ്കൾക്കിപ്പോൾ വേദനയ്ക്കും ചുമയ്ക്കും അല്പമെങ്കിലും ആശ്വാസം തോന്നുന്നുണ്ടോ? താങ്കളൊരു തികഞ്ഞ ക്രൈസ്തവ വിരോധിയാണെന്ന് ആളുകൾ പറയുന്നു. ഒരു വൈദികനെന്ന നിലയിലല്ല, ഒരു സുഹൃത്തെന്ന നിലയിൽ താങ്കൾക്ക് എന്നോട് സംസാരിച്ചുകൂടെ? ഞാൻ എന്താണ് പറയേണ്ടത്? അങ്ങയുടെ അടുത്തേക്ക് വരാൻ ഞാൻ പലതവണ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എൻ്റെ അഹങ്കാരം എന്നെ അതിനനുവദിച്ചില്ല. എന്നാൽ ഇന്ന് അങ്ങെൻ്റെ കുടിലിൻ്റെ മുന്നിൽ വന്നു എന്ന് തന്നെ എനിക്ക് വലിയൊരു ബഹുമതിയാണ്. അതെന്താ താങ്കൾ അങ്ങനെ പറഞ്ഞത്? പള്ളിയിൽ വെച്ച് അച്ഛനെ കാണുന്നതുവരെ ഞാനൊരു ക്രൈസ്തവ വിരോധിയായിരുന്നു. എന്നാലിപ്പോൾ ഞാനും ആഗ്രഹിക്കുന്നു ഒരു ക്രൈസ്തവനാകാൻ. കാരണം അങ്ങെനിക്ക് വലിയൊരു മാതൃകയാണ്. ബലിയല്ല കരുണയാണ് വലുതെന്ന് യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന അങ്ങിൽ നിന്നും എനിക്ക് യേശുവിനെ സ്വീകരിക്കണം. താങ്കൾക്ക് ഈശോയിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈശോയെ നൽകുവാൻ എനിക്ക് സന്തോഷമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനം ചെയ്യുന്നു. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈ ദ്വീപിലൊന്നും കണ്ടിട്ടുള്ള ആളല്ലല്ലോ. ഞാൻ വോർവിക് എന്ന കപ്പലിലെ ജോലിക്കാരനാണ്. ക്യാപ്റ്റനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഞങ്ങളുടെ കപ്പലിൽ അച്ഛനെ കാണുവാൻ ബിഷപ്പും മറ്റുള്ളവരും എത്തിയിട്ടുണ്ട്. കപ്പലിലെ ജീവനക്കാർക്കൊഴികെ മറ്റാർക്കും ദ്വീപിലേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. ഞാൻ അങ്ങയെ കപ്പലിലേക്ക് കൊണ്ടുപോകാനാണ് വന്നത്. വരും. പിതാവേ, അങ്ങേക്ക് ഞങ്ങളുടെ മൊളോക്കോയിലേക്ക് സ്വാഗതം. അങ്ങ് ഞങ്ങളുടെ പള്ളി സന്ദർശിക്കുകയാണെങ്കിൽ ഈ ദ്വീപിലെ രോഗികൾക്ക് അതേറെ സന്തോഷമായിരിക്കും. മകനെ ഡാമിയൻ, താങ്കളുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ ഇവിടെ വന്ന് താങ്കളെയും ഇവിടുത്തെ ജനങ്ങളെയും ഒന്ന് കാണണമെന്ന് തോന്നി. ഞാനിതാ ഇപ്പോൾ തന്നെ താങ്കളുടെ വഞ്ചിയിൽ കരയിലേക്ക് വരികയാണ്. താങ്കളുടെ ആഗ്രഹം ഒരിക്കലും നടക്കുകയില്ല. താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ എന്റെ വൈദികനെയും ജനങ്ങളെയും കാണരുതെന്നാണോ? ഒരു ബിഷപ്പായ താങ്കൾക്ക് ഗവൺമെന്റിന്റെ നിയമം അറിയില്ലെന്നോ? പുറമേ നിന്നും വരുന്ന രോഗികളല്ലാത്തവർ മൊളോക്കോ ദ്വീപിൽ ഇറങ്ങുവാൻ പാടില്ല. അതാണ് നിയമം. പിതാവേ,
ഇവിടെ ഇറങ്ങാൻ അങ്ങയെ അനുവദിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ കപ്പലിലേക്ക് കയറി വരാം. കുറെ മാസങ്ങളായി ഞാൻ കുമ്പസാരിച്ചിട്ട്. ഡാമിയൻ, താങ്കൾ ഈ കപ്പലിൽ തൊടുക പോലും ചെയ്യരുത്. ഇത് കുഷ്ഠരോഗികളെ കൊണ്ടുപോകാൻ വന്ന കപ്പലല്ല, മാന്യന്മാർ യാത്ര ചെയ്യുന്ന കപ്പലാണ്. ആരാണ് ഈ മാന്യന്മാർ? ദുരിതമനുഭവിക്കുന്ന പാവങ്ങളെ വെറുപ്പോടെ നോക്കുന്ന താങ്കളെ പോലുള്ളവരാണോ മാന്യന്മാർ? പിതാവേ, അങ്ങ് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഈ വഞ്ചിയിൽ നിന്ന് കുമ്പസാരിക്കാം. ഇത്രയും പേരുടെ മുൻപിൽ വെച്ചോ? എന്റെ സ്വർഗസ്ഥനായ പിതാവിനോട് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഏറ്റുപറയുന്നതിന് ഇവരെ ഞാനെന്തിനു ഭയക്കണം? പിതാവേ, ഞാൻ 8 മാസത്തിലധികമായി കുമ്പസാരിച്ചിട്ട്. മിടുക്കി, ഞാൻ പറഞ്ഞത് നീ തള്ളിക്കളഞ്ഞില്ല. ഇപ്പോൾ ജീവിക്കാൻ ഒരു സുഖം തോന്നുന്നു ഫാദർ. മിടുക്കന്മാരായ 3-4 പേരെ കണ്ടെത്തണം. നമുക്ക് അവരെ കൂട്ടി ഒരു പള്ളിക്കൊയറുണ്ടാക്കാം. ശരി, വരട്ടെ, കാണാം. ഹവായിലെ റീജൻ ലിലിയോ കലോനി രാജകുമാരിക്ക് മൊളോക്കോയ് ദ്വീപിലേക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങയെക്കുറിച്ചും ഈ ദ്വീപിനെക്കുറിച്ചും കേട്ടപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ കാണണമെന്ന് തോന്നി. പക്ഷേ നിർഭാഗ്യവശാൽ സമയം പരിമിതമാണ്. ജ്യേഷ്ഠൻ രാജ്യഭരണം എന്നെ ഏൽപ്പിച്ച് ലോകം ചുറ്റാൻ പോയതിനാൽ ഭരണപരമായ തിരക്കുകൾ ഏറെയുണ്ട്. രാജകുമാരി വന്നാലും മഹദി ഇവിടെ കപ്പലിറങ്ങിയെന്ന് കേട്ടപ്പോൾ മുതൽ ആളുകൾ പള്ളിയിൽ വന്ന് കൂടാൻ തുടങ്ങിയിരിക്കുന്നു. അതിനാൽ വൈകാതെ നമുക്ക് പള്ളിയിലേക്ക് പോകാം. പ്രിയമുള്ളവരെ, ഹവായിയൻ രാജകുമാരി ലിലിയ കലോനി നമ്മയെല്ലാം സന്ദർശിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മൊളോക്കോയ് നിവാസികളെ, ഫാദർ ഡാമിയന്റെ പ്രവർത്തനമാണ് മൊളോക്കോയ് ദ്വീപിനെക്കുറിച്ച് ലോകമെങ്ങും അറിയാനിടയാക്കിയത്. കുഷ്ഠരോഗത്തിന്റെ ഭീകരത എന്തെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഈ മുഖങ്ങൾ ഇനിയുള്ള എന്റെ ജീവിതകാലം അത്രയും എന്നെ വേദനിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദുരിതമനുഭവിക്കുന്ന ഈ പാവം ജനങ്ങളെ നോക്കി
ഇനി എന്തെങ്കിലും സംസാരിക്കാൻ എനിക്കാവുകയില്ല. ഒരുറപ്പ് ഞാൻ തരുന്നു, ദ്വീപിന്റെ ഇനിയുള്ള വികസനത്തിന് ഹവായിയൻ ഗവൺമെന്റ് മുൻകൈ എടുക്കുന്നതായിരിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ ഈ മഹത്തായ സേവനത്തെ ഹവായിയൻ ഗവൺമെന്റ് ആദരിക്കുന്ന ഒരു ദിവസം അടുത്തു തന്നെയുണ്ടാവും. രാജകുമാരി ക്ഷമിക്കണം. ഏതെങ്കിലും ഗവൺമെന്റിന്റെ ആദരവ് നേടാനല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്. ആരോരുമില്ലാത്ത ഈ പാവങ്ങൾക്കൊരു തുണയാവാനും നാവ് നഷ്ടപ്പെട്ട ഇവരുടെ ശബ്ദമാകാനുമാണ് ഞാൻ ശ്രമിക്കുന്നത്. രാജകുമാരിയുടെ ഈ സന്ദർശനം ഹവായിയൻ ഗവൺമെന്റും കത്തോലിക്ക സഭയും തമ്മിലുള്ള ഒരു നല്ല ബന്ധത്തിന് തുടക്കമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്താണ് ക്യാപ്റ്റൻ സാർ കാണണമെന്ന് പറഞ്ഞത്? ഫാദർ ഡാമിയൻ, ഇത് ബിഷപ്പ് ഹൗസിൽ നിന്നും നിങ്ങൾക്ക് അയച്ചു തന്ന കത്താണ്. ഇത് വായിക്കൂ. നിങ്ങൾക്ക് വേണ്ടിയാണ് കപ്പൽ പുറംകടലിൽ കാത്തു നിൽക്കുന്നത്. മൊളോക്കോയിലെ വികാരിയായ ഫാദർ ഡാമിയൻ, നിങ്ങളെക്കുറിച്ച് ഗുരുതരമായ ഒരു ആരോപണം പൊതു ആരോഗ്യ വകുപ്പിലെ പ്രതിനിധികൾ അരമന കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നു. ആയതിനാൽ ഈ കത്ത് കിട്ടിയ ഉടനെ തന്നെ കപ്പൽ കയറി അരമന കോടതിയിൽ ഗവൺമെന്റ് പ്രതിനിധികൾക്ക് മുൻപിലും ഹാജരാകാൻ ഹോണോലുലുവിലെ രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ആജ്ഞാപിക്കുന്നു എന്ന് ബിഷപ്പ് മോൺസിഞ്ഞോർ മൈഗ്രേറ്റ്. ശരി, നമുക്ക് പോകാം. പ്രിയ ജ്യേഷ്ഠൻ അറിയുന്നതിന്, മൊളോക്കോയിലെ പാവം രോഗികളുടെ ദുരിതത്തിൽ മനം തകർന്നു നിൽക്കുന്ന എന്നെ ബിഷപ്പ് മൈഗ്രേറ്റ് കഴിഞ്ഞ ദിവസം അരമന കോടതിയിലേക്ക് വിളിപ്പിച്ചു. അവിടെ മിസ്റ്റർ ഗിബ്സന്റെ പ്രതിനിധിയായ ഒരു ഡോക്ടറും പിതാവ് നിയമിച്ച ഡോക്ടർ ജേവുഡും ഉണ്ടായിരുന്നു. അവർ ഇരുവരും ചേർന്ന് എന്നെ പരിപൂർണ നഗ്നനാക്കി എന്റെ ശരീരത്തിൽ ചില പരിശോധനകൾ നടത്തി. ദ്വീപിലെ സ്ത്രീകളുമായി സഹവസിച്ച് എനിക്ക് സിഫിലിസ് രോഗം പിടിപെട്ടിട്ടുണ്ടെന്ന് ഹോണോലുലുവിലാകെ പ്രചാരണം നടക്കുന്നതായി പിതാവ് പറഞ്ഞു. അതിന്റെ നിജസ്ഥിതി അറിയാനായിരുന്നു അത്രേ ഈ പരിശോധന. സഹനത്തിനുമേൽ സഹനം ക്രിസ്തു എനിക്ക് തരുമ്പോൾ അത് സഹിക്കാനുള്ള ശക്തി എനിക്കില്ലല്ലോ എന്നാണ് ഞാൻ ദുഃഖിച്ചത്. നേരം സന്ധ്യയോടടുക്കുന്നു. പ്രിയപ്പെട്ട ജ്യേഷ്ഠ, സഹനങ്ങളിൽ തോറ്റുപോകാതിരിക്കാൻ എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ അങ്ങയുടെ അനുജൻ ഡാമിയൻ ഡി വെസ്റ്റർ. പിതാവേ, പിതാവേ, അങ്ങേക്കുള്ള ഭക്ഷണവും ഷവറും ചെയ്യുവാനുള്ള ചൂടുവെള്ളവും. അവിടെ വെച്ചിട്ട് പൊയ്ക്കോളൂ. വെള്ളം കാലിലേക്ക് വീണിട്ടും എനിക്ക് പൊള്ളുന്നില്ല.
കാമിയാനോ പ്രാർത്ഥനയിലാണ്. നമ്മൾ വന്നത് അദ്ദേഹം അറിഞ്ഞിട്ടേയില്ല. യേശുവിൽ പ്രിയമക്കളെ, ഉണ്ണിയേശുവിൻ്റെ ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ ഞാൻ നേരുകയാണ്. ഈ സുദിനത്തിൽ ഒരു സന്തോഷവാർത്ത എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ഈ മൊളോക്കോയിലെത്തിയിട്ട് നിങ്ങൾക്കൊപ്പം ആഘോഷിക്കുന്ന 15ാമത്തെ ക്രിസ്മസാണിത്. ദൈവത്തിൻ്റെ കാരുണ്യത്താൽ കഴിഞ്ഞ 15 കൊല്ലവും രോഗികളായ നിങ്ങളെ പരിചരിക്കുവാനും സാന്ത്വനിപ്പിക്കുവാനും എനിക്ക് കഴിഞ്ഞു. കുഷ്ഠരോഗത്തിൻ്റെ വേദനയെന്തെന്നറിയാതെയാണ് ഇക്കാലമത്രയും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതും ശുശ്രൂഷിച്ചതും. ഈ ക്രിസ്മസ് ദിനത്തിൽ ദൈവം എനിക്ക് തന്ന സമ്മാനത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം എന്നെയും നിങ്ങളുടെ വേദനയിൽ പങ്കുകാരനാക്കി. ഞാനും ഇന്ന് നിങ്ങളെപ്പോലൊരു കുഷ്ഠരോഗിയാണ്. കാമിയാനോ, ഞങ്ങൾക്കത് വിശ്വസിക്കാനാവുന്നില്ല. അങ്ങേക്ക് ഈ രോഗം ഒരിക്കലും വരില്ല. ഈ രോഗം എനിക്ക് തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെ സ്നേഹിച്ചതിന് ദൈവം എന്നെയും നിങ്ങളിലൊരുവനാക്കി. ഓ, ഈ ക്രിസ്മസ് സമ്മാനം സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നു. ഇനി നമുക്ക് ഒരുമിച്ച് ദിവ്യബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ നാഥൻ എന്റെ ജനങ്ങളുടെ വേദനയിലും എന്നെ പങ്കുകാരനാക്കി. ഇപ്പോഴിതാ അവരെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. മാലാഖമാരുടെ തേരിൽ എന്നെ സ്വർഗത്തിലേക്ക് അനയിക്കാനായി. സ്വർഗത്തിന്റെ വാതിൽ എനിക്കായി തുറക്കുന്നത് ഞാൻ കാണുന്നു.
എനിക്ക് അവസാനമായൊന്ന് കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളണം. അച്ചോ, കുറുക്ക് കഴിക്കാം. പിതാവേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങ് സ്വർഗത്തിലായിരിക്കുമ്പോൾ ഞങ്ങളെ ഓർക്കുമോ? തീർച്ചയായും. എങ്കിൽ അങ്ങ് ഉപയോഗിച്ച ഈ തുണികൾ ഞാൻ തിരുശിക്ഷിപ്പായി സൂക്ഷിച്ചുകൊള്ളട്ടെ. എന്റെ മരണശേഷം ഞാൻ ഉപയോഗിച്ച ഒരു വസ്തുവും സൂക്ഷിച്ചു വയ്ക്കാൻ പാടില്ല. എല്ലാം ചുട്ടരിച്ചു കളയണം. കുഷ്ഠരോഗത്തിന്റെ അണുക്കളെ നശിപ്പിക്കാൻ അതേയുള്ളൊരു മാർഗം.
ഞാൻ പതുക്കെ പതുക്കെ എന്റെ കുരിശന്റെ വഴി അനുഷ്ഠിക്കുകയാണ്. ഗാഗുൽത്തായുടെ ഉച്ചയിലെത്താൻ അധിക സമയം വേണ്ടിവരില്ലെന്നാണ് എന്റെ പ്രതീക്ഷ. മകളെ, കരയരുത്. മദറും സിസ്റ്റേഴ്സും നിങ്ങളുടെ കൂടെ ഇല്ലേ? എന്റെ മക്കളെ ഓർത്ത് ഞാൻ ഇനി അസ്വസ്ഥനാകില്ല. ദൈവമേ, ഇനിയും എന്നെ വിളിക്കാൻ വൈകരുതേ. ഈശോ മറിയം ഔസേപ്പേ, ഈ ആത്മാവിനെ കൂട്ടായിരിക്കണം. ഈശോ മറിയം ഔസേപ്പേ, ഈ ആത്മാവിനെ കൂട്ടായിരിക്കണമേ. ഈശോ മറിയം ഔസേപ്പേ, ഈ ആത്മാവിനെ കൂട്ടായിരിക്കണം. ഈശോ മറിയം ഔസേപ്പേ, ഈ ആത്മാവിനെ കൂട്ടായിരിക്കണമേ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കമിയാനോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആകാംക്ഷ ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ കമിയാനോ സ്വർഗപിതാവിൻ്റെ നിത്യസമ്മാനത്തിനായി സ്വർഗത്തിലേക്ക് യാത്രയായി.